Students, now we are going to learn about the choice under risk and uncertain situations. Actually, this theory is mainly based on the contribution of von Neumann and Morgenstern's expected utility analysis. As we all know that the traditional theory of consumer behavior does not include an analysis of uncertain situation. Many a time it deals with only about certainty, and all the outcomes are well known in advance. So this is an exception to that traditional theory, and von Neumann and Morgenstern, they showed that under some circumstances it is possible to construct a set of numbers for a particular consumer that can be used to predict her choices in uncertain situations. അതായത് നമുക്ക് ചില സിറ്റുവേഷൻസ് വളരെ എന്താ പറയുക അൺപ്രഡിക്റ്റബിൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ട്രഡീഷണൽ തിയറി യൂട്ടിലിറ്റി അനാലിസിസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അങ്ങനെയുള്ള സിറ്റുവേഷൻസ്, അതായത് റിസ്കി സിറ്റുവേഷൻസ്, അൺസർട്ടൻ സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് ഡിസിഷൻസ് എങ്ങനെ എടുക്കാം എന്നുള്ളത് വോൺ ന്യൂമൻ മോർഗൻസ്റ്റൻ്റെ ഒരു എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി അനാലിസിസ് ആയിട്ട് ബേസ് ചെയ്തിട്ട് പറയുന്നതാണ് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് കൺസിഡേർഡ് ടു ബി a great controversy that centered around the question of whether the resulting utility index is cardinal or ordinal type, and it will be shown that von Neumann Morgenstern utilities possess at least some cardinal properties. And in the traditional analysis, it is very unrealistic in the sense that it assumes that a particular action on the part of the consumer are followed by a deterministic consequences, and which are knowable in advance. For example, consider a consumer's preference towards automobiles, and all automobiles of the same model and produced in the same factory do not always have the same performance characteristics. For example, ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഒരേ തരത്തിലുള്ള സപ്പോസ് ഫോർ എക്സാമ്പിൾ സ്വിഫ്റ്റ് എന്ന് പറയുന്നൊരു കാർ, അല്ലെങ്കിൽ എൻഫീൽഡ് എന്ന് പറയുന്നൊരു ബൈക്ക് ഒരു കമ്പനി തന്നെയാണ് ഇറക്കുന്നതെങ്കിലും നമ്മളത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പെർഫോമൻസും അതിൻ്റെ എന്താ പറയുക അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി, അതിൻ്റെ ലാസ്റ്റിംഗ് ബിഹേവിയർ, ഇതൊക്കെ ഒരുപോലെ ആവണമെന്നില്ല. മേ ബി ഒരു വണ്ടി ആക്സിഡൻറ്റിൽ പെടുവാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ കണ്ടീഷൻസൊക്കെ അപ്പം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല ഈ വണ്ടി നിരത്തിൽ ഇറങ്ങുമ്പോൾ എന്തൊക്കെയാണ് ഫേസ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. സോ സിറ്റുവേഷൻ ഈസ് വെരി അൺസർട്ടൻ, ആൻഡ് സംടൈംസ് മേ ബി അത് വളരെ റിസ്കി ആയിരിക്കും. As a result of that, the random accidents in the production process some standard automobiles are occasionally produced and sold. The consumer has no way of knowing ahead of time whether the particular automobile which she or he is purchased is of a standard quality or not. Then for example, let A represent a situation in which the consumer possesses a satisfactory automobile. For example, നമ്മളൊരു A എന്ന് പറയുന്നൊരു സിറ്റുവേഷനിൽ കൺസ്യൂമറിന് ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു ഓട്ടോമൊബൈൽ ഉണ്ട് എന്ന് വിചാരിക്കുക. ദെൻ നെക്സ്റ്റ് B is in another situation in which she or he possess no automobile. അതായത് ഒരു സ്വന്തമായിട്ടൊരു വണ്ടി വാങ്ങിക്കാതിരിക്കുന്ന ഒരു സിറ്റുവേഷനായിട്ട് എടുക്കുക. ആൻഡ് C is one in which she possesses a substandard automobile. അപ്പോൾ അവരുടെ കയ്യിലൊരു സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള, അപ്പോൾ വൺ ഈസ് എ സ്റ്റാൻഡേർഡ് ഓട്ടോമൊബൈൽ, B എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഓട്ടോമൊബൈൽ ഇല്ല, C എന്ന് പറയുന്ന ഒരു സബ്സ്റ്റാൻഡേർഡ് ഓട്ടോമൊബൈൽ ഉണ്ടാവുന്നതെന്ന് വിചാരിക്കുക. അസ്യൂം ദാറ്റ് ദ കൺസ്യൂമർ പ്രിഫർ A to B ആൻഡ് B to C. അതായത് ഒരു കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രിഫർ A to B ആണ്. ദ നെക്സ്റ്റ് മേ ബി ഈ പ്രിഫർ B to C ആണ്. അതായത് സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഓട്ടോമൊബൈൽ കൊണ്ടൊരു ആക്സിഡൻറ്റ് ഉണ്ടാവുന്നതിനേക്കാളും നല്ലതൊരു വണ്ടി ഇല്ലാതിരിക്കുന്നതാണ്. വണ്ടി ഇല്ലാതിരിക്കുന്ന അവസ്ഥേനേക്കാളും ബെറ്ററാണ് ഒരു വണ്ടി ഉള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. Then here her choice between the
ടു ആൾട്ടർനേറ്റീവ്സ്, അതായത് ഇതിലെങ്ങനെയൊക്കെ ആൾട്ടർനേറ്റീവ്സ് അവർക്ക് ചൂസ് ചെയ്യാം എന്നുള്ളതാണ്. നമുക്കിവിടെ ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഫസ്റ്റ് കേസ് നമുക്ക് പറയാൻ പറ്റുന്നത്, ഷീ ക്യാൻ മെയിൻറ്റെയിൻ ദ സ്റ്റാറ്റസ് കോ ആൻഡ് ഹാവ് നോ കാർ അറ്റ് ഓൾ. അതായത് സ്വന്തമായിട്ടൊരു വണ്ടി അല്ലെങ്കിൽ കാർ ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ. അതായത് ഷീ ക്യാൻ മെയിൻറ്റെയിൻ ഹർ സ്റ്റാറ്റസ് കോ ആൻഡ് നോ കാർ എന്ന് പറയുന്നത്, നോ കാർ എന്ന് പറയുന്നത് ഒരു ബി എന്ന് പറയുന്ന സിറ്റുവേഷൻ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ അത് അവർക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ്. ദാറ്റ് ദെൻ this particular situation explains about a certain outcome. കാരണം അവർക്ക് അവിടെ ഒരു കാറ് ഉണ്ടാവുന്ന ഇല്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ആക്സിഡൻറ്റ് അങ്ങനെയുള്ള ഒരു അൺസർട്ടനിറ്റി അവിടെ ഇല്ല. സോ പ്രോബബിലിറ്റി ഓഫ് ദാറ്റ് ഔട്ട്കം ഈക്വൽ ടു യൂണിറ്റി ആയിരിക്കും. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ബി ഈസ് ഈക്വൽ ടു യൂണിറ്റി ആണ്. അതായത് സർട്ടൈൻ ആയിട്ടുള്ള ഒരു ഔട്ട്കമാണ് അവിടെ നമ്മുടെ സിറ്റുവേഷൻ ബി എന്ന് പറയുന്നത്. ബട്ട് വെൻ കമ്പയറിങ് സിറ്റുവേഷൻ എ ആൻഡ് സി എന്ന് പറയുന്നത്, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഒരു കാറ് അത് നല്ല ക്വാളിറ്റിയോ അല്ലെങ്കിൽ ഒരു ബെറ്റർ ക്വാളിറ്റിയോ ആയിട്ട് മാറുന്നതാണ്. നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു സബ്സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആയിട്ട് മാറുന്നൊരു കേസാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ ലോട്ടറി ടിക്കറ്റ്, ഒരു അൺസർട്ടൈൻ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ദാറ്റ് മീൻസ് ഗെറ്റിംഗ് എ സാറ്റിസ്ഫാക്ടറി ഓട്ടോമൊബൈൽ ഈസ് എൻ ആൾട്ടർനേറ്റീവ് എ ആണ്. ദ നെക്സ്റ്റ് ഗെറ്റിംഗ് എൻ സബ്സ്റ്റാൻഡേർഡ് ഓട്ടോമൊബൈൽ എന്ന് പറയുന്നത് ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. സോ എ ആൻഡ് സി ഒരു അൺസർട്ടൈൻ സിറ്റുവേഷനായിട്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. സോ the consumer can either prefer a certain situation without losing any or without purchasing a car, that is situation B, or he can prefer the second situation with the two outcome A or C, and the probability of C is very high ആണെങ്കിൽ, അതായത് probability of C very high ആണെങ്കിൽ sometimes she might prefer to retain her മണി വിത്ത് സെർട്ടനിറ്റി. അതായത് നമ്മുടെ സിയും ബിയും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായിരിക്കും, അതായത് ബി എന്ന് പറയുന്ന ഒരു സെർട്ടൈൻ സിറ്റുവേഷനാണ് അവർ പ്രിഫർ ചെയ്യുന്നുണ്ടാവുക. സോ ഹിയർ വി ക്യാൻ കൺസിഡർ എ ആൻഡ് സി എന്ന് പറയുന്നത് ജസ്റ്റ് ലൈക്ക് എ ലോട്ടറി ടിക്കറ്റായിട്ട് നമ്മൾ എടുക്കാം. അതായത് ഒന്ന് നല്ലത് കിട്ടാനും അല്ലെങ്കിൽ ഒരു മോശാവസ്ഥയും വരാനുള്ള സാധ്യത. ആൻഡ് ദിസ് ഈസ് ബേസ്ഡ് ഓൺ പ്രോബബിലിറ്റി ആണ്. അതായത് ദി പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് ഗെറ്റിംഗ് എ സാറ്റിസ്ഫാക്ടറി ഔട്ട്കം ആണ്, ഗെറ്റിംഗ് എ ഗെയിൻ ആയിരിക്കും. ദെൻ ദി 1 മൈനസ് പ്രോബബിലിറ്റി ഈസ് അസോസിയേറ്റഡ് വിത്ത് ഔട്ട്കം സി ആയിരിക്കും. അതായത് നമുക്ക് കിട്ടിയ ഒരു സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കാറ് നമുക്ക് കിട്ടുന്നത് പോലെ. സോ വി ക്യാൻ റൈറ്റ് ദിസ് ചോയ്സ് ഓർ ദിസ് സിറ്റുവേഷൻ ആസ് ഈക്വൽ ടു പി ഓഫ് എ ബി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഈ തരത്തിലുള്ള ഒരു കാൽക്കുലേഷനാണ് നമ്മൾ സാധാരണ ഈ റിസ്ക് ആൻഡ് അൺസർട്ടൻ സിറ്റുവേഷൻസിൽ വരുമ്പം നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിനി പോവാം. ആദ്യം നമുക്ക് ഈ തിയറിയുടെ മെയിൻ ആക്സിംസിലേക്ക് പോവാം. This theorem is based on so many important axioms. Mainly we can come across 5 axioms. Then the first axiom is complete ordering axiom. Complete ordering axiom. Then this axiom highlights about a situation, two alternatives. We already said A and C എന്നുള്ള രണ്ട് ആൾട്ടർനേറ്റീവ് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ A and B എന്ന് പറയാം. സപ്പോസ് ദർ ഈസ് ആൻ ടു ആൾട്ടർനേറ്റീവ്സ് A and B, then they come across 3 different situations. Sometimes he prefer A to B, അതായത് ചിലപ്പോൾ അവർ A to B പ്രിഫർ ചെയ്യുന്നുണ്ടാവും. Sometimes he prefer B to A, or he is indifference between A and B ആയിരിക്കും. ഇപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ആഫ്റ്റർ ഗ്രാജുവേഷൻ എ സ്റ്റുഡൻറ്റ് വാണ്ട് ടു ഐദർ ജോയിൻ ഫോർ ദർ PG പ്രോഗ്രാം ഓർ ഫോർ B.Ed പ്രോഗ്രാം. അപ്പം ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം
സപ്പോസ് ദേ പ്രിഫർ ബി എഡ് ആണെങ്കിൽ എ റെപ്രസെൻറ്റ് ബി എഡ് ആണ്, ബി റെപ്രസെൻറ്റ് പോസ്റ്റ് ഗ്രാജുവേഷൻ ആണെങ്കിൽ all those students who want to get or complete their B.Ed after their graduation ആണെങ്കിൽ they prefer A to B. Few students they want to complete PG after graduation ആണെങ്കിൽ they prefer B to A ആയിരിക്കും. Few students are indifference between A and B ആയിരിക്കും. അവർക്ക് ഏതാണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളതിൽ അവർക്കൊരു ഇൻഡിഫറൻസ് നിലനിൽക്കുന്നുണ്ടാവും. Then there is another situation called സി എന്ന് വിചാരിച്ചു, എ ബി ആൻഡ് സി, ആൻഡ് ദിസ് സി എന്ന് പറയുന്ന സിറ്റുവേഷൻ റിമൈനിങ് ഐഡിയലാണ്, ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയാണെന്ന് വിചാരിച്ചു. സോ ദിസ് തിയറം ആൾസോ സേസ് ദാറ്റ് ദ ചോയ്സ് ഷുഡ് ബി maybe transitive in nature. That means suppose A is preferred to B ആണ്, B is preferred to C ആണെങ്കിൽ then here A is preferred to C ആയിരിക്കും. അതായത് സി എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥയാണ്, ബി എന്ന് പറയുന്നത് പി ജിക്ക് പോകുന്നതാണ്, എ എന്ന് പറയുന്നത് ബി എഡിന് പോകുന്നതാണ്. ഈ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ബി എഡിന് പോകുന്നതാണ് പി ജിക്ക് പോകുന്നതിനേക്കാളും താല്പര്യം, ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും നല്ലത് പി ജിക്ക് പോകുന്നതാണെങ്കിൽ കുട്ടി ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും കൂടുതൽ ബി എഡ് പോകാൻ വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യുന്നർത്ഥം. ദിസ് ഈസ് ദ അസംഷൻ കോൾഡ് കംപ്ലീറ്റ് ഓർഡറിങ് ആക്സിയം. ദാറ്റ് മീൻസ് ദാറ്റ് പേഴ്സൺ ഹാസ് എ കംപ്ലീറ്റ് പ്രിഫറൻസ് ഓർഡറിങ്. അയാൾക്ക് അത് കൃത്യമായിട്ട് അതിനൊരു ഓർഡർ, ഒരു ഹയറാർക്കി, ആ ചോയ്സിന് ഒരു ഹയറാർക്കി അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് പറ്റുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂറ്റി ആക്സിയം എന്നാണ്. A continuity axiom. This axiom assumes that a person, for a person, suppose A is preferred to B and B is preferred to C, the axiom asserts that there exists some probability, that is probability lies in between, we know that probability lies in between 0 and 1, such that the consumer is indifference between an outcome B with certainty and a lottery ticket. For example, the things we already explained in the previous case, that is a person purchasing an automobile, ഒരു കാർ വാങ്ങിക്കുന്ന ഒരു കേസ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ പറഞ്ഞു അവിടെ 3 സിറ്റുവേഷൻസാണ് വരുന്നത്, എ ബി ആൻഡ് സി. ആൻഡ് ബി കാണിക്കുന്നത് കാറ് വാങ്ങിക്കാതിരിക്കുന്ന ഒരവസ്ഥേനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദെൻ എ ആൻഡ് സി എന്ന് പറഞ്ഞാൽ നമ്മളതൊരു ലോട്ടറി ടിക്കറ്റ് പോലെയാണ് പറയുന്നത്. അതായത് വിത്ത് സം പ്രോബബിലിറ്റി ദർ ഇസ് 2 ഔട്ട്കം എ ആൻഡ് സി, വേർ എ ഷോസ് ഒരു സാറ്റിസ്ഫാക്ടറി ഗെയിൻ ആണ് ആൻഡ് സി ഷോസ് എൻ അൺസാറ്റിസ്ഫാക്ടറി ലോസ് ആണെന്ന് വിചാരിച്ചു. ഇങ്ങനെയുള്ള ഒരു കേസിൽ ഹീസ് ഇൻഡിഫറൻസ് ബിറ്റ്വീൻ a certain situation of having no car and a situation of buying a car. അതായത് ഇതിങ്ങനെ വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു സർട്ടനിറ്റി ആയിട്ട് അദ്ദേഹം തൻ്റെ ഒരു അൺസർട്ടൈൻ സിറ്റുവേഷനെയാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആ ചോയ്സ് എക്സസൈസ് ചെയ്യണോ വേണ്ടിയോ എന്നുള്ളതിനെക്കുറിച്ചാണ് അവിടെ ആ ഒരു കൺസ്യൂമറിന് ഒരു ഇൻഡിഫറൻസ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ കണ്ടിന്യൂറ്റി ആക്സിയം highlights about the choice between a certain and an uncertain situation. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ certain situationൽ there is no loss, അവിടെ എപ്പോഴും നമ്മുടെ മണി ആസെറ്റ്സ് റീറ്റെയിൻ ചെയ്യും. അതായത് കാറൊന്നും ഇല്ലാത്ത ഒരു നല്ല അവസ്ഥയാണ്. നേരത്തെ ഒരു കാറ് വാങ്ങിച്ച് അതൊരു ആക്സിഡൻറ്റിൽ പെടുകയോ അല്ലെങ്കിൽ അതിനൊരു കോട്ടം തട്ടുകയോ അല്ലെങ്കിൽ നല്ല രീതിയിൽ പോവുകയോ ചെയ്യുന്ന ഒരു അൺസർട്ടൻ സിറ്റുവേഷനിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ആ സിറ്റുവേഷൻ വേണോ ഈ ഒരു സിറ്റുവേഷൻ വേണോ എന്നുള്ള രീതിയിലുള്ള ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കേസിൽ സപ്പോസ് നമുക്കറിയാം ഇവിടെ എ ആണ് ശരിക്കും ബിയിനേക്കാളും പ്രിഫർ ചെയ്യുന്നത്, പക്ഷേ ബി പ്രിഫർ ചെയ്യുന്നത് സിയിനേക്കാളുമാണ്. അപ്പോൾ ഇവിടെ ഹീസ് ഇൻഡിഫറൻസ് ബിറ്റ്വീൻ എക്സസൈസിങ് ദാറ്റ് ഓപ്ഷൻ ഓർ നോട്ട്, ഇതാണ് അദ്ദേഹത്തിൻ്റെ ഇൻഡിഫറൻസ് എന്ന് പറയുന്നത്. ഇതാണ് കണ്ടിന്യൂറ്റി ആക്സിയം എന്ന് പറയുന്നത്. ലെറ്റ് us move on to the third axiom that shows about independence axiom.
And in this axiom assumes that the consumer is indifferent between A and B, and that of C is an outcome, whatever it may be. If one lottery ticket L1 offers outcome A and C with probability P and 1 minus 1 respectively, and another one L2 is also offers two outcomes B and C with the same probability P and 1 minus P. The consumer is indifferent between the two lottery tickets. Similarly, if she prefer A to B, then she will prefer L1 to L2. Then അത് വളരെ സിമ്പിളായിട്ട് പറയാം. അതായത് രണ്ട് അൺസർട്ടൻ സിറ്റുവേഷനാണ് L1 ആൻഡ് L2 എന്ന് പറയുന്നത്. ദെൻ ഈച്ച് ഓഫ് ദീസ് ലോട്ടറി ടിക്കറ്റ് ഹാവ് സെയിം പ്രോബബിലിറ്റി ആണ്. ഫോർ എക്സാമ്പിൾ 50% ആണ് ഇവിടുത്തെ ചാൻസ് എന്ന് വിചാരിച്ചു. അതായത് പി രണ്ടും പ്രോബബിലിറ്റി സെയിം തന്നെയാണ്. ബട്ട് ബോത്ത് ഓഫ് എന്താ പറയുക ടു ഡിഫറെൻറ്റ് പ്രൈസസ് ആണ്. ഒന്ന് എ ആൻഡ് സി ആണ്, മറ്റൊന്ന് ബി ആൻഡ് സി ആണെന്ന് വിചാരിക്കും. അതായത് ഇവിടെ ഒരു എക്സാമ്പിൾ, അതായത് ഇവിടെ പ്രോബബിലിറ്റി രണ്ടും സെയിം തന്നെയാണ്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു രണ്ട് ജോബ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. സപ്പോസ് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി, സപ്പോസ് എ എന്ന് പറയുന്നത് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള, അതായത് നമുക്കൊരു ഔട്ട്സൈഡ് ദ സ്റ്റേറ്റ് നമുക്കൊരു ജോലി കിട്ടുവാണ്. എ മീൻസ് നമുക്ക് വി ആർ ഗെറ്റിംഗ് എ ജോബ് ബൈ റൈറ്റിംഗ് എ എക്സാമിനേഷൻ ആൻഡ് വി ആർ ഗെറ്റിംഗ് എ ജോബ് ഔട്ട്സൈഡ് കേരള. സപ്പോസ് അതൊരു പബ്ലിക് സെക്ടറിലാണ് ആ ജോലി കിട്ടുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ എ ദെൻ സി എന്ന് പറയുന്നത് നമുക്കത് കിട്ടാണ്ടിരിക്കും. മനസ്സിലായില്ലേ? സോ എ എന്ന് പറഞ്ഞാൽ ഗെറ്റിംഗ് എ ജോബ്, സി എന്ന് പറഞ്ഞാൽ നോട്ട് ഗെറ്റിംഗ് എ ജോബാണ് എ ആൻഡ് സി എന്ന് പറയുന്നത്. എ റെപ്രസെൻറ്റ് ഗെറ്റിംഗ് എ പബ്ലിക് സെക്ടർ ജോബ് ഇൻ ഔട്ട്സൈഡ് ദ സ്റ്റേറ്റ് ആണ്. ദെൻ നെക്സ്റ്റ് ബി എന്ന് പറയുന്നത് ഗെറ്റിംഗ് എ പബ്ലിക് സെക്ടർ സിമിലർ ജോബ് ഇൻ വിത്തിൻ കേരള. സി എന്ന് പറഞ്ഞാൽ നോട്ട് ഗെറ്റിംഗ് ആണ്. ഇത് രണ്ടും നമുക്ക് രണ്ട് അൺസർട്ടൻ സിറ്റുവേഷനാണ്, വരാൻ പോകുന്നൊരു സിറ്റുവേഷനാണ്. വി അപ്പിയർഡ് ഫോർ എ UPSC എക്സാമിനേഷൻ ആൻഡ് വി ഓൾസോ അപ്പിയർഡ് എ PSC എക്സാമിനേഷൻ, കേരള PSC എക്സാമിനേഷൻ. അപ്പോൾ ഈ രണ്ട് എക്സാമിനേഷൻ അവർ എഴുതുമ്പോൾ ദേ ഹാവ് എ എന്താ പറയുക ചോയ്സ് ഓഫ് എന്താ പറയുക ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് നോട്ട് ബീയിങ് സെലക്റ്റഡ് ഇൻ ഐദർ എ ഓർ ബി. അതാണ് നമ്മൾ സി എന്ന് പറയുന്നത്. ദെൻ രണ്ടിൻ്റെയും സാധ്യത സെയിം സാധ്യതയാണെന്ന് വിചാരിച്ചു, സെയിം പ്രോബബിലിറ്റിയാണ്. UPSC എക്സാമിനേഷൻ്റെയും അതുപോലെ കേരള PSC എക്സാമിനേഷൻ്റെയും സെയിം എന്താ പറയുക പ്രോബബിലിറ്റി തന്നെയാണ്. ബട്ട് എ മീൻസ് ഗെറ്റിംഗ് എ ജോബ് ഔട്ട്സൈഡ് കേരളയാണ്. ബി എന്ന് പറഞ്ഞാൽ ഗെറ്റിംഗ് എ ജോബ് വിത്തിൻ ദ കേരള ബോർഡർ ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഹി കമ്പയർസ് ടു അൺസർട്ടൻ സിറ്റുവേഷൻ. രണ്ട് അൺസർട്ടൻ സിറ്റുവേഷനാണ് ഇവിടെ അദ്ദേഹം കമ്പയർ ചെയ്യുന്നത്. സപ്പോസ് ദാറ്റ് പേഴ്സൺ പ്രിഫർ എ ജോബ് വിത്തിൻ ദ സ്റ്റേറ്റ് ആണെങ്കിൽ ഹി പ്രിഫർ ബി ടു എ ആയിരിക്കും. അതായത് അദ്ദേഹം കേരളത്തിൽ തന്നെ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാളാണെങ്കിൽ ഹി പ്രിഫർ ബി ടു എ ആയിരിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഹിയർ ഹി റൈറ്റ് L2 അല്ലെങ്കിൽ ഹി പ്രിഫർ L2 ആൻഡ് ദാൻ L1. സപ്പോസ് ബോത്ത് എക്സാമിനേഷൻ ഓൺ ദ സെയിം ഡേ ആണെന്ന് വിചാരിച്ചാൽ രണ്ട് എക്സാമിനേഷൻ ഒരേ ദിവസം നടക്കേണ്ടതാണ്. ഒന്നുകിൽ ഈ എക്സാം എഴുതണം അല്ലെങ്കിൽ ആ എക്സാം എഴുതണം. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം രണ്ടിൻ്റെയും വിജയ സാധ്യത ഒരുപോലെയാണ്, പ്രോബബിലിറ്റി സെയിം ആണെങ്കിൽ കേരളത്തിൽ തന്നെ പ്രിഫർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹം ബി പ്രിഫേർഡ് ഓൺ എ ആയിരിക്കും. സോ ഹി വിൽ റൈറ്റ് ദ എക്സാം കേരള PSC എക്സാമിനേഷൻ മാത്രമേ അദ്ദേഹം എഴുതുള്ളൂ. അദ്ദേഹം UPSC അവിടെ എഴുതില്ല എന്നർത്ഥം. ഇതാണ് ഇൻഡിപെൻഡൻറ്റ് ആക്സിയം എന്ന് പറയുന്നത്. സപ്പോസ് ദാറ്റ് പേഴ്സൺ പ്രിഫർ UPSC എക്സാമിനേഷൻ അല്ലെങ്കിൽ ഔട്ട്സൈഡ് കേരള വർക്ക് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു, കേരളത്തിൽ കിട്ടിയ വർക്ക് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ ഹി വിൽ പ്രിഫർ L1 to L2. This is known as independence axiom. And we can move on to the next axiom, that is unequal probability axiom. Then this unequal probability axiom assumes that the consumer prefer A to B, and let L1 is there maybe a lottery ticket that offer A and B, and similarly L2 also offer the same as A and B ആണെങ്കിൽ
the consumer will prefer L2 to L1 if the probability of L2, that is we can call it as P2, is greater than P1. That is known as unequal probability axiom, or I will explain it further. For example, two uncertain situation L1 and L2 with the same A and B is the two outcome. Similarly, we can also say A and B are the same outcome for the another one. Then this is the probability of the first P1, and this is the probability of the second. So ഇത് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രണ്ട് കേരള PSC എക്സാമിനേഷൻ ആണെന്ന് വിചാരിക്കുക. L1 for one particular job and L2 for the another job. എക്സാമ്പിൾ ഒന്നാമത്തെ PSC എക്സാമിനേഷന് നമുക്ക് രണ്ട് റിസൾട്ടാണ് കിട്ടുന്നത്. ഒന്നുകിൽ നമ്മൾ ജയിക്കുന്നു, എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യുന്നു, സെലക്ട് ചെയ്യപ്പെടുന്നു, ജോലി ലഭിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യപ്പെടുന്നില്ല, ജോലി ലഭിക്കുന്നില്ല. A shows that we qualify that examination and we get that job, and B shows that we are not qualifying and we are not getting any job at all. So both for the both two examination we have the same outcome. അതായത് നമ്മൾ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നു, കിട്ടുന്നു, പിന്നെ കിട്ടുന്നില്ല, അങ്ങനെ മാത്രമേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് നമ്മളിവിടെ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ L1ൻ്റെ പ്രോബബിലിറ്റി P1ഉം അതുപോലെ L2ൻ്റെ പ്രോബബിലിറ്റി P2 ആണ്. അതായത് ഒന്നാമത്തെ എക്സാമിനേഷന് ഏകദേശം കേരളത്തിൽ മൊത്തമായിട്ട് ഒരു 200 പേരാണ് എഴുതിയിരിക്കുന്നത്. P1 എന്ന് പറഞ്ഞാൽ 200 അപ്പോൾ നമ്മുടെ ഒരു ജയസാധ്യത എന്ന് പറയുന്നത് 200-ൽ 1 വിചാരിക്കും. അതായത് പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് examination winning, the probability to win that or qualifying that examination is equal to 1 out of 200. നേരത്തെ രണ്ടാമത്തെ എക്സാമിനേഷൻ കുറേ കൂടെ ടഫാണ്. കേരളത്തിൽ മൊത്തമായിട്ട് ഏകദേശം ഒരു 5-6 ലക്ഷം പേര് എഴുതിയിരിക്കുന്നു എന്നാണെങ്കിൽ our probability to qualify that examination is 1 out of 5 lakh ആയിരിക്കും. 5 ലക്ഷത്തിൽ ഒരാളായിട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കേസ് വരുമ്പോൾ നമുക്ക് ഈ രണ്ട് ചോയ്സ് നമ്മൾ എടുക്കുമ്പോൾ വി വിൽ ലുക്ക് അറ്റ് ദ പ്രോബബിലിറ്റി, അതായത് ഏതാണ് നമുക്ക് കൂടുതൽ വിജയസാധ്യതയില്ല. ബോത്ത് ആർ അൺസർട്ടൻ സിറ്റുവേഷൻ, സോ വി വിൽ മേക്ക് എ ചോയ്സ് ഹൗ ടു സെലക്ട് ഫ്രം ദീസ് ടു അൺസർട്ടൻ സിറ്റുവേഷൻ. ദെൻ പ്രോബബ്ലി and very frequently people will select those choices with the highest probability to win. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്കറിയാം P1 എന്ന് പറയുന്നതാണ് ഗ്രേറ്റർ ദാൻ ആയിട്ട് P2 വരുന്നത്. കാരണം 200-ൽ ഒരാളാവുന്നതും 5 ലക്ഷത്തിൽ ഒരാളാവുന്നതും ഏറ്റവും കൂടുതൽ ജയിക്കാനുള്ള സാധ്യത 200-ൽ ഒരാളാണ്. അപ്പം അങ്ങനെയുള്ളൊരു കേസ് വരുവാണെങ്കിൽ he will opt L1 than L2. That is known as unequal probability axiom. And the last axiom that we have already mentioned, that is 5 axiom in order to explain this expected utility. Then the last axiom is compound lottery axiom. Compound lottery axiom. This is an extension of the fourth axiom that we compare a directly getting situation with an indirect situation. That is, for example, suppose L1 is a situation in which that offer two prices P1 is the probability, A and B are the two outcomes, and there is another case that is L2 has a probability P2, and that again gives another two uncertain situation, that is L3 and L4, and this L3 is equal to P3 and AB, and the L4 is again P4 AB. ഞാനിങ്ങനെ സിമ്പിളായിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് നമ്മളൊരു ലോട്ടറി ടിക്കറ്റ് എടുക്കുവാണ്. ആ ലോട്ടറി ടിക്കറ്റ് ഫോർ എക്സാമ്പിൾ 100 രൂപയുള്ള ഒരു ലോട്ടറി ടിക്കറ്റാണ്.
100 രൂപയുള്ള ഒരു ലോട്ടറി ടിക്കറ്റിന് നമുക്ക് വരുന്ന ഒരു എന്താ പറയുക, ഏകദേശം 1 ലക്ഷം രൂപയാണ് നമുക്ക് ജയസാധ്യത. എ എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. ബി എന്ന് പറയുന്നത് നമ്മുടെ പൈസ നമുക്ക് നഷ്ടപ്പെടുന്നത്, അതായത് 100 രൂപ നമുക്ക് നഷ്ടപ്പെടുന്നതാണ് ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപ നമുക്ക് ലോട്ടറി ടിക്കറ്റ് അടിക്കുന്നതാണ്. ബി എന്ന് പറഞ്ഞാൽ നമുക്ക് 100 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷനാണെന്ന് വിചാരിക്കും. then another സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഈ L2 എന്ന് പറയുന്നത് നമുക്കൊരു നമ്മളൊരു പ്രോഡക്റ്റ് ഒരു ഇത് പർച്ചേസ് ചെയ്യുമോ അല്ലെങ്കിൽ ഒന്നും ചെയ്യുമ്പോൾ ആ ലോട്ടറി അല്ലെങ്കിൽ ആ ലോട്ടറി നിങ്ങൾക്ക് തരുന്നത് വീണ്ടും 2 ലോട്ടറി ടിക്കറ്റാണെന്ന് വിചാരിച്ചു. മനസ്സിലായില്ലേ? അതായത് ആദ്യത്തെ നിങ്ങൾക്ക് ഡയറക്റ്റാണ് ആ റിസൾട്ട് കിട്ടുന്നത്, രണ്ടാമത്തേൽ നമുക്ക് ആ റിസൾട്ട് ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും നമുക്ക് വരുന്നത്. അതായത് L2 ഈസ് എൻ അനദർ ലോട്ടറി ടിക്കറ്റ് ദാറ്റ് അഗെയിൻ ഓഫർ യു ടു അനദർ ടിക്കറ്റ്സ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ചിലപ്പോൾ ചില ഷോപ്പിംഗ് ഒക്കെ നടത്തുമ്പോൾ നമുക്ക് അവർ എന്താ പറയാറുണ്ട്, ചില കൂപ്പണൊക്കെ തരാറുണ്ട്. ആ കൂപ്പണിനകത്ത് തന്നെ നമുക്ക് പിന്നെയും എന്താ പറയുക, ഈ സെലക്ട് ചെയ്യപ്പെടാനുള്ള നമ്മൾ വീണ്ടും പർച്ചേസ് ചെയ്യുക, എന്നിട്ട് അതിൽ പിന്നെയും നമുക്ക് സെലക്ട് ചെയ്യപ്പെടാനുള്ള സാധ്യത, അങ്ങനെയുള്ള തരത്തിലുള്ള ഒരു ഇൻഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഓഫർ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണെന്ന് വിചാരിക്കും. അപ്പോൾ ഈ ഒരു L2 എന്ന് പറയുന്നത് എഗെയിൻ ഗിവ് യു 2 അൺസർട്ടൻ സിറ്റുവേഷൻ L3 ആൻഡ് L4 വിത്ത് ദ സെയിം ഓപ്ഷൻ. അതായത് L3ക്കും അതുപോലെ L4നും നിങ്ങൾക്ക് ഇതേ സിറ്റുവേഷൻ തന്നെയാണ് കിട്ടുന്നതെന്ന് വിചാരിച്ചു. അതായത് ഒരു എക്സാമ്പിൾ, ആദ്യത്തേൽ നിങ്ങൾക്ക് ഒരു ലോട്ടറി ടിക്കറ്റ് മാത്രം വാങ്ങിക്കുന്നു, രണ്ടാമത് നിങ്ങൾ 100 രൂപ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവർ വീണ്ടും 2 ലോട്ടറി എന്താ പറയുക ടിക്കറ്റാണ് തരുന്നത്. അത് ഒന്നിൽ ഒരു റിസൾട്ടും മറ്റൊന്നിൽ വേറൊരു റിസൾട്ടാണ്. ഇവിടെ റിസൾട്ടൊക്കെ സെയിം ആണ്. എല്ലാ റിസൾട്ടിലും നമുക്ക് 1 ലക്ഷം ഗെയിൻ ചെയ്യാനും അതുപോലെ എന്താണ് 100 രൂപ നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയാണ് വരുന്നതെങ്കിൽ, സപ്പോസ് ഹിയർ ഹീസ് ഇൻഡിഫറൻസ് ബിറ്റ്വീൻ L1 ആൻഡ് L2, അതായത് L1ൻ്റെയും അതുപോലെ L2നെയും അദ്ദേഹം ഇൻഡിഫറൻ്റ് ആവുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് ദി പ്രോബബിലിറ്റീസ് ആയിരിക്കും. അതായത് ഹിയർ P1 ഷുഡ് ബി ഈക്വൽ ടു ദ കോമ്പൗണ്ട് അല്ലെങ്കിൽ കമ്പൈൻഡ് പ്രോബബിലിറ്റി ഓഫ് ദ അതർ 2 ഔട്ട്കംസ് ആയിരിക്കും. അതായത് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ അയാൾ ഇൻഡിഫറൻസ് ആവുന്നുണ്ടെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ദ ഫസ്റ്റ് ഡയറക്റ്റ് ഔട്ട്കം തരുന്ന ലോട്ടറി ടിക്കറ്റിൻ്റെത് ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു P2 ഇൻറ്റു P3 ഇൻറ്റു P2 ഇൻറ്റു P3. ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ L3 ആൻഡ് L4ൻ്റെ പ്രോബബിലിറ്റീസ് P2 ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് L3 ആയിരിക്കും, 1 മൈനസ് P2 ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് L4 ആയിരിക്കും. അപ്പോൾ P2 L3യുടെ പ്രോബബിലിറ്റിയും 1 മൈനസ് P2 L4ൻ്റെ പ്രോബബിലിറ്റി ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഫൈനലി 2 ഔട്ട്കം ഉള്ളത്, ഒന്നുകിൽ L3 അല്ലെങ്കിൽ L4. അപ്പോൾ L3യുടെ പ്രോബബിലിറ്റി P3 ആണ്. അപ്പോൾ P3 ഇൻറ്റു P2 പ്ലസ് 1 മൈനസ് P2 ഇൻറ്റു P4ന് തുല്യമാകുമ്പോൾ മാത്രമാണ് ആ ഒരു 2 സിറ്റുവേഷനെയും അദ്ദേഹം ഇൻഡിഫറൻ്റ് ആവുന്നതെന്നർത്ഥം. ഇത്രയും അസംഷൻസാണ് നമ്മളിവിടെ എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇത്രയും അസംഷൻസ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ മൂവ് ഓൺ ടു ദ എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി കാൽക്കുലേഷൻ. അപ്പോൾ നമുക്കതിലേക്ക് പോവാം. എങ്ങനെയാണ് നമ്മൾ എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ദെൻ expected utility is something that assume that utility index exists which conforms to the above given അല്ലെങ്കിൽ above explained 5 axiom. ഈ മുകളിൽ പറഞ്ഞ 5 ആക്സിയംസും ഉണ്ടാകുമ്പോഴാണ് ഇവിടെ നമ്മൾ ഈ പറയുന്ന ഒരു യൂട്ടിലിറ്റി ഇൻഡെക്സ്, എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി ഇൻഡെക്സ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ വി ക്യാൻ റൈറ്റ് ദി എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി ഫോർ ഒരു 2 ഔട്ട്കം ലോട്ടറി ടിക്കറ്റ്. ഫോർ എക്സാമ്പിൾ L1 അല്ലെങ്കിൽ L എന്ന് മാത്രം എഴുതാം. L is equal to P, AB, where A is one situation and B is another situation, and this P lies in between 0 and 1. P is the probability of A
and 1 minus P is the probability of B. Then the expected utility of L is calculated. Expected utility of L is equal to P into utility of A, P into utility of A, P into utility of A plus 1 minus P into utility of B. ഈ തരത്തിലാണ് നമ്മൾ എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Expected utility of the entire lottery ticket is equal to first utility of the first outcome and utility of the second outcome. അപ്പോൾ ഇതിൻ്റെ റെസ്പെക്റ്റീവ് പ്രോബബിലിറ്റീസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി കാണാം. അപ്പോൾ ഈ എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റിയാണ് നമ്മുടെ എല്ലാ കമ്പാരിസണിനും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്കിതൊരു വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് 2 ലോട്ടറി ടിക്കറ്റ് ഉണ്ടെന്ന് വിചാരിച്ചു. അതായത് L1 ഈസ് ഈക്വൽ ടു 0.5 A1, A2. The next L2 is equal to 0.4 A3 and A4. അപ്പോൾ നമ്മളിവിടെ കമ്പയർ എങ്ങനെയാണ് ഒരു അൺസർട്ടൻ സിറ്റുവേഷനിൽ എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി പ്രകാരം ചോയ്സ് എടുക്കുന്നതെന്നുള്ളതാണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നമുക്ക് 2 എക്സാമ്പിൾ എടുക്കാം. അപ്പോൾ ഒരു 2 എക്സാമ്പിൾ 2 ലോട്ടറി ടിക്കറ്റാണ് L1 ആൻഡ് L2. L1 എന്ന് പറയുന്നത് 2 റിസൾട്ടാണ് ഓഫർ ചെയ്യുന്നത്. മേ ബി A1 ഇസ് എ ഗെയിൻ ആവാം, A2 ഒരു ലോസ് ആവാം. ഇവിടുത്തെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 0.5 ആണ്. 50-50 ചാൻസ് ആണ്. 0.5 ഫോർ ഗെറ്റിംഗ് A1 ആൻഡ് 0.5 ഫോർ ഗെറ്റിംഗ് A2. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞു PN 1 മൈനസ് P എന്ന് പറഞ്ഞു. അപ്പോൾ 0.5 ആൻഡ് 0.5 ആണ് രണ്ടിൻ്റെയും പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. സെക്കൻഡ് ലോട്ടറി ടിക്കറ്റിൻ്റെത് A3 ആൻഡ് A4 ആണ് 2 ഔട്ട്കംസ്. മേ ബി A3 എ ഗെയിൻ ആൻഡ് A4 എ ലോസ് ആവാം. The probability of A3 is equal to 0.4 ആണ്. Then remaining probability of A4 എന്ന് പറഞ്ഞാൽ 1 minus 0.4 that is equal to 0.6 എന്ന് പറയാം. Then next നമുക്കിതിൻ്റെ ഓരോന്നിൻ്റെ യൂട്ടിലിറ്റി പറയണം. സപ്പോസ് ഇവിടെ യൂട്ടിലിറ്റി എല്ലാം ഗിവൺ ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ യൂട്ടിലിറ്റി ഓഫ് A1 ഈക്വൽ ടു 25. Then utility of A2 is equal to 64. Then utility of A3 is equal to 36 and utility of A4 is equal to 49. Then we can calculate the expected utility. Then the expected utility in formula നമ്മളോട് already പറഞ്ഞിട്ടുണ്ട്. Expected utility of L1 നമുക്ക് ആദ്യത്തേതിൻ്റെ നോക്കാം. Expected utility of L1 is equal to 0.5 into utility of A. Utility of A1. Utility of A1. Utility of A1 is equal to 25 plus 0.5. കാരണം രണ്ടാമത്തെ ഔട്ട്കത്തിൻ്റെയും പ്രോബബിലിറ്റി സെയിം ആണ്. 0.5 ആണ്. Then utility of A2 is equal to 64. Then this is equal to 12.5 plus 32. That is equal to 44.5. So we got a expected utility of the L1 as equal to 44.5. Similarly, we can find the expected utility of L2, but the probability is somewhat different. For the first outcome, probability is equal to 4, and for the second outcome, probability is equal to 6, and multiply it with the utility of A3 is equal to 36 and utility of A4 is equal to 49. So it is equal to 14.4 plus 29.4, that is equal to 43.8. So we made a comparison. That is expected utility of the first is 44.5 and expected utility of the second is equal to 43.8. So by comparing the expected utility of the both outcome,
we conclude that expected utility of L1 is greater than the expected utility of L2. So he prefer the first case. He prefer L1 because that is giving the highest expected utility. Another important thing that we have to learn is that suppose if there is any change in the utility function, what will happen to the choice? Then suppose the utility function increases arithmetically, means addition or subtraction in the existing utility, then the choice will remain the same as it is. But if there is a monotonic transformation, that is its power changes increasingly or decreasingly, then it will adversely affect the existing choice. അതായത് ഈ യൂട്ടിലിറ്റിയിൽ വരുന്ന ചേഞ്ച് എങ്ങനെയാണ് ഈ ഒരു നമ്മുടെ സിറ്റുവേഷനെ, നമ്മുടെ ചോയ്സിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഫോർ എക്സാമ്പിൾ ഈ ഒരു കേസിൽ നമ്മൾ യൂട്ടിലിറ്റി വെച്ച് നമ്മൾ കമ്പയർ ചെയ്തിട്ട് L1 ആണ് L2നേക്കാളും കൂടുതൽ പ്രിഫർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ യൂട്ടിലിറ്റി ഫംഗ്ഷൻ മാറുവാണെങ്കിൽ, സപ്പോസ് രണ്ട് തരത്തിൽ മാത്രമേ മാറാനുള്ള സാധ്യതയുള്ളൂ. ഒന്ന് അരിത്മെറ്റിക് അഡീഷനോ സബ്ട്രാക്ഷനാണ് അരിത്മെറ്റിക് ട്രാൻസ്ഫോർമേഷൻ, അതായത് കൂട്ടി വരുന്ന ഒരു കേസ്, അല്ലെങ്കിൽ കുറഞ്ഞു വരുന്ന കേസ്. Then another case is that there is a monotonically increasing, for example പവർ ചേഞ്ച് വരുവാണെങ്കിൽ, എക്സ്പൊണൻഷ്യൽ ചേഞ്ചസ് ആണ് യൂട്ടിലിറ്റിയിൽ സംഭവിക്കുന്നതെങ്കിൽ അത് നമ്മുടെ ചോയ്സിനെ ചിലപ്പോൾ മാറ്റിയെന്ന് വരാം. അപ്പോൾ നമ്മൾ ഈ രണ്ട് കേസ് നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സപ്പോസ് ദർ ഈസ് എ monotonic transformation happen in the existing utility function. ഇതിൽ നമുക്കൊരു monotonic transformation നടക്കുവാണെങ്കിൽ ഇവരുടെ ചോയ്സ് മാറുവാണോ? അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന യൂട്ടിലിറ്റി ഫംഗ്ഷന് ഒരു സ്ക്വയർ ചേഞ്ചാണ്, അല്ലെങ്കിൽ അതിന് ഇൻക്രീസ് ചെയ്യുകയോ ചെയ്യുക, അല്ലെങ്കിൽ പവർ എന്താ പറയുക റേസ് ടു എക്സ്പോണൻറ്റ് 2 ആയിട്ട് മാറുകയോ, അല്ലെങ്കിൽ എക്സ്പോണൻറ്റ് 1/2 ആയിട്ട് കുറയുകയോ ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കും? ഫോർ എക്സാമ്പിൾ നമുക്ക് ആ ഒരു കേസ് നമുക്കിവിടെ പറയാം. സപ്പോസ് ദർ ഈസ് എ മോണോട്ടോണിക് ചേഞ്ചാണ് ഇവിടെ ഉണ്ടാകുന്നതെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ചോയ്സിൽ എന്ത് ചേഞ്ചാണ് വരാൻ പോകുന്നത്? ദെൻ നമുക്ക് വേണമെങ്കിൽ ആ സിറ്റുവേഷന് നമുക്ക് ആ യൂട്ടിലിറ്റി വരുന്ന ചേഞ്ച് നമുക്ക് 4 ഔട്ട്കത്തിലും 4 തരത്തിൽ നമുക്ക് V1, V2, V3, V4 എന്ന് വേണമെങ്കിൽ പറയാം. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ പറയുന്നത് V1 ഈസ് നത്തിങ് ബട്ട് ദി സ്ക്വയർ റൂട്ട് ഓഫ് യൂട്ടിലിറ്റി ഓഫ് A1 ആണെന്ന് വിചാരിച്ചു. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് യൂട്ടിലിറ്റി ഓഫ് A2, സ്ക്വയർ റൂട്ട് ഓഫ് യൂട്ടിലിറ്റി ഓഫ്, ഈ തരത്തിലാണത് സ്ക്വയർ റൂട്ടായിട്ടാണ് മാറി വരുന്നതെങ്കിൽ നമ്മുടെ ചോയ്സ് മാറാൻ സാധ്യതയുണ്ടോ? അപ്പോൾ നമുക്കിവിടെ നേരത്തെ നമ്മൾ യൂട്ടിലിറ്റി ഓഫ് A1, A2, A3, A4 നമ്മൾ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ സ്ക്വയർ റൂട്ട് ഓഫ് യൂട്ടിലിറ്റി A1 ഈക്വൽ ടു 5, ദെൻ നെക്സ്റ്റ് 8, then A3 is equal to 6, the next utility of A4 is equal to 7 എന്നുള്ള രീതിയിൽ മാറുവാണ്. അപ്പോൾ എന്ത് ചേഞ്ചാണ് വരുന്നത് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു ഒരു എന്താ പറയുക, നമ്മുടെ യൂട്ടിലിറ്റി വല്ലാണ്ടങ്ങ് കുറഞ്ഞു പോകുന്നൊരു കേസാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം. So now we can find the expected utility of V1. So the expected utility of the first lottery ticket. അപ്പോൾ നമുക്ക് യൂട്ടിലിറ്റി മാത്രമാണ് ഇവിടെ മാറിയിട്ടുള്ളത്. അപ്പോൾ യൂട്ടിലിറ്റി അതിൻ്റെ സ്ക്വയർ റൂട്ടായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. പ്രോബബിലിറ്റി റിമെയിൻ ദ സെയിം ആണ്, 0.5 തന്നെയാണ്. 0.5 ഇൻറ്റു ഫസ്റ്റ് യൂട്ടിലിറ്റി നൗ അതിൻ്റെ സ്ക്വയർ റൂട്ടായിട്ട് റെഡ്യൂസ് ചെയ്തത് 0.5 ഇൻറ്റു 8, that is equal to 2.5 plus 4 equal to 6.5 എന്ന് പറഞ്ഞിട്ട് യൂട്ടിലിറ്റി മാറിയിട്ടുണ്ട്. Then expected utility of the second is equal to, probability remain the same തന്നെയാണ്, 0.4 and 0.6. The next യൂട്ടിലിറ്റി ആണ് അവിടെ കുറഞ്ഞു പോയത് 6, അതായത് മൊണോട്ടോണിക് ആയിട്ടുള്ള ഒരു ചേഞ്ചാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്, ഇൻറ്റു 7, that is equal to 2.4
plus 4.2. The answer is equal to 6.6. So it is entirely a different results ആണ് നേരത്തെ ഉള്ളതിനേക്കാളും. ഈ നേരത്തെ കേസിൽ we preferred L1 over L2 ആണ്. But in this case we have to prefer L2 over L1. കാരണം ഈ ഒരു കേസിൽ, അതായത് മോണോട്ടോണിക് ആയിട്ട് യൂട്ടിലിറ്റി മാറിയപ്പോൾ ഇവിടെ നമ്മുടെ നേരത്തെ എടുത്തിരുന്ന ഡിസിഷൻ വല്ലാണ്ടങ്ങ് ചേഞ്ച് ആയിട്ടുണ്ട്. സപ്പോസ് നമ്മളിതൊരു അരിത്മെറ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ചാണ് വരുന്നതെങ്കിലോ, അപ്പോൾ നമുക്കൊരു അരിത്മെറ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ച് വേണമെങ്കിൽ പറയാം. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞത് ഒരു പവർ ചേഞ്ചാണ്, യൂട്ടിലിറ്റി അത് റേസ് ടു 0.5 ആയിട്ട് മാറുന്നതാണ്. സിമിലർ ചേഞ്ച് വേണമെങ്കിൽ നമുക്ക് U⁻², U⁻³ എന്നൊക്കെ ഉള്ളത് നമുക്കൊരു മോണോട്ടോണിക് ചേഞ്ച് ആയിട്ട് നമുക്ക് പറയാം. നേരെ തിരിച്ച് യൂട്ടിലിറ്റി +10, യൂട്ടിലിറ്റി -5 ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കതിനൊരു അരിത്മെറ്റിക് ചേഞ്ച് എന്ന് പറയാം. ഈ അരിത്മെറ്റിക് ചേഞ്ച് ഇവിടെ നമ്മുടെ എന്താ പറയുക, സാധാരണ വി ക്യാൻ കോൾ ഇറ്റ് എസ് A+B(U) എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഒരു അരിത്മെറ്റിക് ചേഞ്ച് ആയിട്ട് പറയാം. A and B are two constants and U is the utility. then ഇങ്ങനെയുള്ള അരിത്മെറ്റിക് ചേഞ്ചുകൾ നമ്മുടെ ഡിസിഷനെ ബാധിക്കില്ല എന്നുള്ള തരത്തിലാണ് പറയുന്നത്. നമുക്കത് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു അരിത്മെറ്റിക് ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ ടു അവർ അൾട്ടിമേറ്റ് ഡിസിഷൻ അണ്ടർ അൺസർട്ടനിറ്റി ആൻഡ് റിസ്ക്. സോ അതിന് ഞാനിവിടെ എടുക്കുന്നത്, നമുക്ക് ഒരു സപ്പോസ് അവർ V is equal to 10 + 5U എന്ന് വേണമെങ്കിൽ എടുക്കാം. ഇതൊരു അരിത്മെറ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ചാണ്. അതായത് പുതിയ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് യൂട്ടിലിറ്റിയുടെ കൂടെ 5 മൾട്ടിപ്ലൈ ചെയ്തിട്ട് 10 ആഡ് ചെയ്യുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ചേഞ്ച് വരുന്നത് നോക്കാം. V1, V2 ആൻഡ് V3 ആൻഡ് V4. അപ്പോൾ V1 ഈസ് ഈക്വൽ ടു 10 + 5 × U എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ യൂട്ടിലിറ്റി നേരത്തെ പറഞ്ഞ കേസ് തന്നെയാണ്. 25, 64, 36 ആൻഡ് 49. ഇതിൻ്റെ കൂടെ 5 മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ 10 ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ V1 ഈസ് ഈക്വൽ ടു 10 + 5, 25. 5 × 25. The next 10 + 5 × 64. 10 + 5 × 36. Okay, I have to check it. 36. Okay, say 36. The next last one 49. 10 + 5 × 49 and this is finally equal to 25 × 25. 125 + 10 is equal to 135. Then 5 × 64, 320 + 10 is equal to 330. Then 36 × 5, 180 + 10 is equal to 190. Then 5 × 49, 245 + 10 is equal to 255. So we got the arithmetically changed utility now. Then let us check the expected utility of L1. Probability, I already said that it remained the same, 0.5 × 135 plus 0.5 × 330. It is equal to 0.5 × 135, 67.5 plus 0.5 × 330 is equal to 165. It's equal to 232.5. Then expected utility of L2 is equal to, probability is 0.4 and 0.6 plus utility of V3 is equal to 190 into 255, that is equal to 76. 76 plus
153, that is equal to 229. So here the choice remain the same as it is in the original situation, that he prefer L1 over L2. So we can conclude that when there is a change in utility, whether it is an arithmetic transformation, then our choice remain the same. Suppose there is a monotonic transformation in the existing utility function, then that will totally change the already taken decision, because the decision will alter due to the transformation. നെക്സ്റ്റ് നമുക്ക് ഈ അൺസർട്ടൻ സിറ്റുവേഷനിൽ ഈ വെൽത്ത്, അതായത് അദ്ദേഹത്തിൻ്റെ ഒരു വെൽത്ത് ആയിട്ട് പിന്നെ റിയൽ ലൈഫ് അൺസർട്ടൻ സിറ്റുവേഷൻ അദ്ദേഹം എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത് നോക്കാം. ദെൻ ഓൺ ദി ബേസ് ഓഫ് ദാറ്റ് വി ക്ലാസിഫൈ ദ പീപ്പിൾ ആസ് റിസ്ക് ലവേഴ്സ്, റിസ്ക് അവേർട്ടർ ആൻഡ് റിസ്ക് ന്യൂട്രൽ എന്നിങ്ങനെ നമ്മൾ അവരുടെ ബിഹേവിയർ നോക്കിക്കൊണ്ട് നമ്മൾ അവർക്ക് വിവിധ തരത്തിലുള്ള പേര് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് റിസ്ക് ആണ്, വെദർ ദേ ആർ എ റിസ്ക് അവേഴ്സ് പേഴ്സൺ ഓർ എ റിസ്ക് ലവർ എക്സെട്ര ലൈക്ക് ദാറ്റ്. ദെൻ ഹിയർ we make a clear argument that wealth is measured in monetary units ആണ്. നമുക്കറിയാം വെൽത്ത് that is measured in monetary units ആണ്, and it's സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. എപ്പോഴും നമുക്ക് വെൽത്ത് എന്ന് പറയുന്നത് അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, കൂടുതൽ വെൽത്ത് ആർജിക്കുന്നതിന് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ വളരെയധികം അതിനൊരിക്കലും ഒരു ഡിക്രീസിങ്, ഇറ്റ്സ് എവർ ഇൻക്രീസിങ് ആയിട്ടുള്ള ഒരു ഇതാണ് വെൽത്ത് നമ്മൾ അതിൽ നിന്ന് ഗെയിൻ ചെയ്യുക എന്നുള്ളത്. സോ ഇറ്റ്സ് എ കണ്ടിന്യൂസ് വിത്ത് എന്താ പറയുക, കണ്ടിന്യൂസ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും എവർ ഇൻക്രീസിങ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് എ പേഴ്സൺ റിസ്ക്? ദെൻ he compare his expected value, അതായത് മോണിറ്ററി വാല്യൂന അദ്ദേഹം തൻ്റെ എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. സോ ഹൗ വി ക്യാൻ റൈറ്റ് ദ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എ പേഴ്സൺ? വി കോൾ ഇറ്റ് എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്കതിന് ഇ ഓഫ് ഡബ്ല്യു എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു probability of W1 plus 1 minus probability of W2 എന്ന് പറയാം, where W1 and W2 are different wealth levels ആണ്. അതായത് W1 എന്ന് പറയുന്നത് മേ ബി എ ഗെയിൻ ആവാം, W2 എന്ന് പറയുന്നത് നമ്മൾ വെൽത്തിലുണ്ടാവുന്ന ഒരു ലോസ് ആവാം. then this P and 1 minus P are its respective probabilities ആണ്. അപ്പോൾ നമുക്കിതാ ഒരു അതായത് നമ്മുടെ ലൈഫിൽ തന്നെ പലപ്പോഴും എപ്പോഴും നമുക്ക് വെൽത്ത് കൂടുതൽ ആർജിക്കണം എന്ന് വിചാരിക്കും. പക്ഷെ ചില സംഭവത്തിൽ നമുക്ക് ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെടുന്ന കേസുകളുണ്ടാവും, ആരെങ്കിലും മോഷ്ടിക്കുന്ന കേസുകളുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ പലതരത്തിലുള്ള അസുഖങ്ങൾ വന്നിട്ട് അങ്ങനെയൊക്കെ പല അൺസർട്ടൻ സിറ്റുവേഷൻ കൊണ്ട് നമുക്ക് വെൽത്ത് ലോസും ഉണ്ടാവും. അപ്പോൾ W1 ഈസ് എ വെൽത്ത് ഗെയിൻ ആണെങ്കിൽ W2 ഈസ് എ വെൽത്ത് ലോസ് ആണ്. ദിസ് ഈസ് ദ എക്സ്പെക്റ്റഡ് വാല്യൂ, അതായത് ഫ്യൂച്ചറിൽ വെൽത്തിൽ സംഭവിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ ഒരു യൂട്ടിലിറ്റീനെ നമ്മൾ ഒരു മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ദ യൂട്ടിലിറ്റി ഔട്ട് ഓഫ് ഹിസ് മോണിറ്ററി വാല്യൂ. That can be written as utility that he derives from his wealth position, that can be written as PW1 plus 1 minus PW2. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള ആ വെൽത്ത് പൊസിഷനിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ സാറ്റിസ്ഫാക്ഷൻ ഔട്ട് ഓഫ് ഹിസ് മോണിറ്ററി വാല്യൂ. ഇതിന് അദ്ദേഹം തൻ്റെ എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി ഔട്ട് ഓഫ് ദി മോണിറ്ററി വാല്യൂ ആയിട്ട് അദ്ദേഹം കമ്പയർ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ദി എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു, അതായത് ഹിസ് എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂന അദ്ദേഹത്തിൻ്റെ എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി ഔട്ട് ഓഫ് ദാറ്റ് മോണിറ്ററി വാല്യൂ ആയിട്ട് അദ്ദേഹം കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് സപ്പോസ് എന്ത് ചെയ്യാം, സപ്പോസ് ഒരു വളരെ മൈസറായിട്ടുള്ള ഒരാളാണെന്ന് വിചാരിച്ചു, അദ്ദേഹത്തിന്
പലപ്പോഴും ഈ പണം വെച്ചിട്ട് കളിക്കുന്ന കാര്യങ്ങൾ താല്പര്യം ഉണ്ടാവില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മോണിറ്ററി വാല്യൂവിന് അദ്ദേഹം വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അയാൾ ആ പണം ഉപയോഗിച്ചുകൊണ്ട് ഉള്ള ഒരു റിസ്കി ഗെയിമിനും അദ്ദേഹം പോവില്ല എന്നർത്ഥം. സോ ദർ ഈസ് ആൾവേസ് എ കമ്പാരിസൺ ബിറ്റ്വീൻ ഹിസ് എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ ആൻഡ് ഹിസ് എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി. അതായത് ആ മോണിറ്ററി വാല്യൂന്ന് അദ്ദേഹം ഇനി മറ്റ് സാധ്യതകളിലേക്ക് പോയിട്ട് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനുമായിട്ട് അദ്ദേഹം ഒരു കമ്പാരിസൺ എപ്പോഴും നടത്തുന്നതായിരിക്കും. സോ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ എഴുതുവാണെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് യൂട്ടിലിറ്റി ഓഫ് W1 പ്ലസ് 1 മൈനസ് P ഇൻറ്റു യൂട്ടിലിറ്റി ഓഫ് W2 എന്ന് നമുക്ക് എഴുതാം. ദെൻ സപ്പോസ് ഇത് രണ്ടും ഈക്വൽ ആവുന്ന ഒരു കേസിൽ, അതായത് ഈ രണ്ട് എക്സ്പെക്റ്റഡ് വെൽത്ത് പൊസിഷനിൽ അദ്ദേഹത്തിന് കിട്ടുന്ന യൂട്ടിലിറ്റി, എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റിയെ അദ്ദേഹത്തിൻ്റെ മോണിറ്ററി വാല്യൂ ആയിട്ട് അദ്ദേഹം കമ്പയർ ചെയ്യുന്നു. സപ്പോസ് അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഈ സംവാട്ട് ന്യൂട്രൽ ആയിരിക്കും. അതായത് ചെയ്യണോ വേണ്ടയോ വരുന്നിടത്ത് വെച്ച് വരട്ടെ എന്നുള്ള തരത്തിലുള്ള ഒരു നമ്മളായിട്ട് ഒന്നിനും പോവില്ല, വരുന്നിടത്ത് വെച്ച് എന്നുള്ള രീതിയിൽ അദ്ദേഹം പോകും. സപ്പോസ് ഒരു പേഴ്സൺ വളരെ റിസ്ക് അവോയ്ഡർ ആണെങ്കിൽ, അതായത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ദിസ് ഫസ്റ്റ് പാർട്ട് ഓഫ് ദിസ് ഇക്വേഷൻ ഈസ് വെരി പ്രോമിനൻ്റ് ആയിരിക്കും. അതായത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മോണിറ്ററി വാല്യൂ അതുപോലെ റിട്ടൈൻ ചെയ്യുക എന്നുള്ളത് മാത്രമേ അദ്ദേഹത്തിന് ഒരു കേസ് വരുള്ളൂ. So he always prefer the first one in comparison with the expected utility that he derives from the other one. അപ്പോൾ ഈ ഒരു പ്രിഫറൻസ് ഇത് വരുന്നത് ഒരു റിസ്ക് അവോയ്ഡർ കേസിലാണ് ഇങ്ങനെ വരുന്നത്. അതായത് എ പേഴ്സൺ ഈസ് എ റിസ്ക് അവോയ്ഡർ റിലേറ്റീവ് ടു എൻ അൺസർട്ടൻ സിറ്റുവേഷൻ ഇഫ് ദ യൂട്ടിലിറ്റി ഓഫ് ഹിസ് എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ദ expected value of the utility of the monetary situation. Then here we can say that the utility function is somewhat strictly ഒരു കോൺകേവ് ആയിരിക്കും. ദെൻ നമ്മളവിടെ യൂട്ടിലിറ്റി ഫംഗ്ഷൻ്റെ പിന്നെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കാണുവാണെങ്കിൽ ദാറ്റ് മീൻസ് d²u/dw², ദാറ്റ് ഈസ് യൂട്ടിലിറ്റി ഔട്ട് ഓഫ് യൂട്ടിലിറ്റി ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഇൻകോ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് <0 ആയിരിക്കും. അതായത് ദ യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഈസ് സ്ട്രിക്ട്ലി കോൺകേവ്, ദെൻ ദി കൺസ്യൂമർ ഈസ് എ റിസ്ക് അവോയ്ഡർ ആയിരിക്കും. അപ്പോൾ ഒരു റിസ്ക് സപ്പോസ് ഒരു യൂട്ടിലിറ്റി ഔട്ട് ഓഫ് മണി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിൽ ഈ യൂട്ടിലിറ്റി ഫംഗ്ഷൻ കോൺകേവ് ഷേപ്പാണ് വരുന്നതെങ്കിൽ, അതായത് അതിൻ്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു മണി ഈസ് <0 ആണെങ്കിൽ he is considered to be a risk averter ആയിരിക്കും, റിസ്ക് അവോയ്ഡ്. ദെൻ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കേസ് ആയിരിക്കും ഒരു റിസ്ക് ലവറുടെ കേസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മോണിറ്ററി യൂട്ടിലിറ്റി ഔട്ട് ഓഫ് ഹിസ് എക്സ്പെക്റ്റഡ് മോണിറ്ററി ഔട്ട്കം അതിനേക്കാളും ഗ്രേറ്റർ ദാൻ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി ഔട്ട് ഓഫ് ഹിസ് മോണിറ്ററി എന്ന് പറയുന്നത്. ഇതിൽ അദ്ദേഹത്തിൻ്റെ യൂട്ടിലിറ്റി ഫംഗ്ഷൻ്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് dw² ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അതായത് യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഈസ് സ്ട്രിക്ട്ലി കോൺവെക്സ് ആയിരിക്കും. കോൺവെക്സ് ആണെങ്കിൽ അദ്ദേഹം ഒരു റിസ്ക് ലവർ ആയിരിക്കും എന്നർത്ഥം. ആദ്യത്തെ കേസിൽ അതൊരു കോൺകേവ് ഷേപ്പ് ആയിരിക്കും. അതായത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു നമുക്കത് വേണമെങ്കിൽ ഒരു ഗ്രാഫിൽ നമ്മൾ വരയ്ക്കുവാണെങ്കിൽ നമ്മൾ ഫ്രീഡ്മാൻ സാവേജ് ഹൈപ്പോത്സിലൊക്കെ നമ്മൾ ഈ ഒരു തരത്തിലുള്ള അതുപോലെ മീൻ വേരിയൻസ് അനാലിസിസ് ഒക്കെ നമ്മൾ ഈ ഒരു കേസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് ഇതാണ് അവിടുത്തെ എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ വരുന്നത്. നമുക്ക് അതായത് ഒരു റിസ്ക് ലവറുടെ ഒരു കേസ് ആണെങ്കിൽ നമുക്ക് പറയാം അദ്ദേഹത്തിൻ്റെ ഒരു കോൺവെക്സ് ഷേപ്പിലായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്.
then next ഒരു കോൺകേവ് ഷേപ്പ് അവിടെ രൂപപ്പെടുന്നത് ശരിക്കും എക്സ്പെക്റ്റഡ് ഈ ഒരു കേസ് നമുക്ക് വേണമെങ്കിൽ റിസ്ക് ന്യൂട്രൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. അവിടെ എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി ആൻഡ് ആക്ച്വൽ മോണിറ്ററി വാല്യൂ ബോത്ത് ആർ സെയിം ആയിരിക്കും. So let us explain this diagram. Here at W0 നമുക്ക് ഈ ഒരു കർവായിട്ട് വരച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ യൂട്ടിലിറ്റി ഔട്ട് ഓഫ് മോണിറ്ററി വാല്യൂ നമുക്ക് പറയാം. And this straight line we call it as the expected utility line. Then at W0 പൊസിഷനിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ യൂട്ടിലിറ്റി ഔട്ട് ഓഫ് എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ equal to his expected utility ആണ്. So he is indifferent and he is somewhat risk neutral ആയിരിക്കും. Then in between W, suppose അദ്ദേഹത്തിൻ്റെ വെൽത്ത് പൊസിഷൻ in between 0 and W0 ആണെങ്കിൽ that means his utility function is somewhat concave, ഒരു എന്താ പറയുക കോൺകേവ് ഷേപ്പാണ് എടുക്കുന്നത്. It's somewhat strictly concave ആണ് in between 0 and W0. That means W1 is a position she can expect a loss. അതായത് W1 എന്ന് പറയുന്ന പൊസിഷനിൽ അവർക്കൊരു ഭയങ്കര ലോസാണ് സാധ്യതയുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി സംവാട്ട് ലെസ് ദാൻ ഹിസ് മോണിറ്ററി എക്സിസ്റ്റിംഗ് സിറ്റുവേഷനാണ്. സോ ഈ ഒരു സിറ്റുവേഷനിൽ അവർ നമുക്ക് പറയാം അതായത് ഇൻ ബിറ്റ്വീൻ ദീസ് ദേ ആർ highly risk averse in nature ആയിരിക്കും. Then the other portion, that is whenever W takes greater than W0, ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളൊരു കേസ് എന്ന് പറഞ്ഞാൽ അവരുടെ എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി ഈസ് മച്ച് ഹയർ ദാൻ ദർ ആക്ച്വൽ മോണിറ്ററി വാല്യൂ. സോ വി ക്യാൻ സേ ദാറ്റ് അപ് ടു W2 എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ വി ക്യാൻ സേ ദാറ്റ് ദർ യൂട്ടിലിറ്റി ഫങ്ഷൻ ഈസ് സ്ട്രിക്ട്ലി കോൺവെക്സ് ടൈപ്പാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. സോ ദിസ് കോൺവെക്സ് യൂട്ടിലിറ്റി കർവ് എക്സ്പ്ലെയിൻസ് ദാറ്റ് ഹി ഈസ് എ റിസ്ക് ലവർ ആൻഡ് ദർ ഈസ് എ ചാൻസ് ഫോർ എ പോസിബിലിറ്റി ഓഫ് ഗെയിൻ ഈസ് ദർ നമുക്ക് വേണ്ടി പറയാൻ പറ്റും. ദെൻ in addition to that, when suppose we take a utility function, that u is a function of W, by just looking at the first and second order derivative, we already said that in the case of risk averter, then the second order derivative is less than 0, and for the risk lover case the second order derivative is greater than 0. So we can create an absolute risk aversion measure by taking the first and second order derivative of the utility function, and we call that measure is equal to R. That R is equal to minus, we put minus sign there, that means it is the derivative of the second order derivative of the utility function is divided by the derivative of the first derivative. So we can find the first order derivative and second order derivative and find its ratio, that is minus of second order derivative of the utility function divided by the first order derivative of the utility function. Then we will get an absolute risk aversion measure, and this measure is positive. This measure, that R is positive or R is equal to negative or R is equal to 0, then we can conclude that the consumer is an averter, then he is a risk lover or he is a risk preferer or he is neutral. So we have a measure called absolute risk aversion measure that is very much analytically and empirically used criterion for analyzing business risk and so many risk related to investment, etc. So this R absolute risk aversion measure, if it is equal to positive, that positive means minus of minus, it will become positive, then positive shows that he is a risk averter. Then suppose this R is equal to negative, that means the minus of this plus ratio, then he will be a preferer or a risk lover.
Suppose this R is equal to 0, then we can say that he is a risk neutral. So we can use this absolute risk aversion measure to check whether the person behaves in favor or in against a risky situation. Then the last case that we have to explain here is, suppose a person he is in risk averter, then probably or may very surely we can say that he will go for some insurance or some kind of premium to avoid this kind of uncertain or risky situation. So what is the relationship between risk and insurance in real life? So we can also we can explain it with an example. Suppose a person has a wealth position called W0. W0 maybe it is equal to suppose example 90,000. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു വെൽത്ത് പൊസിഷനെയാണ് കാണിക്കുന്നത്. ഒരു വ്യക്തിക്ക് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞിട്ട് 90,000 ഉണ്ടെന്ന് വിചാരിക്കും. സപ്പോസ് അവിടെ ഒരു റോബറിയോ ഒരു തെഫ്റ്റോ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഒരു അൺസർട്ടൈൻ റിസ്കി സിറ്റുവേഷൻ ഹാപ്പൻസ് ആൻഡ് ഹിസ് എ മേജർ പോർഷൻ ഓഫ് ഹിസ് ഇൻകം ഈസ് ടേക്കൺ അവേ ഫ്രം ഹിം. ഒരു കേസാണ്. സപ്പോസ് വി ക്യാൻ കോൾ ദാറ്റ് എ അൺഎക്സ്പെക്റ്റഡ് ആക്സിഡൻറ്റ് ടേക്കൺ പ്ലേസ് ആൻഡ് ഇറ്റ് ഷോസ് എ ലോസ് ഓഫ് 80,000. അതായത് 80,000 അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ലോസായി എന്ന് വിചാരിക്കും. അപ്പം നമുക്ക് പറയാം, അതായത് ഒരു സെർട്ടൈൻ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ 90,000 റുപ്പീസ് ഉള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ഒരു അൺഎക്സ്പെക്റ്റഡ് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഏകദേശം ഒരു 80,000 രൂപ 80,000 ലോസ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ലോസ് മുൻകൂട്ടി കണ്ടിട്ട് അദ്ദേഹം ഒരു ഇൻഷുറൻസിന് വേണ്ടി പോവുകയാണെന്ന് വിചാരിക്കാം. അതായത് ആ ഇൻഷുറൻസിന് വി ക്യാൻ കോൾ ഇറ്റ് ഈസ് ആർ. ദെൻ as per this expected utility analysis, we can say that the utility that he person derives after taking that insurance, മനസ്സിലായില്ലേ? അതായത് ആ ഒരു ഇൻഷുറൻസ് എടുത്തതിന് ശേഷം അദ്ദേഹത്തിന് വരുന്ന ഒരു മാനസികപരമായിട്ടുള്ള ഒരു സംതൃപ്തി, ഒരു ഇതെന്ന് പറയുന്നത് നാളെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാലും ഇല്ലെങ്കിലും അദ്ദേഹം ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു മാനസികാവസ്ഥയായിട്ട് സമാനമായ രീതിയിലാവുമ്പോൾ മാത്രമാണ് അദ്ദേഹം ഒരു ഇൻഷുറൻസിന് പോകുന്നത്. അതായത് അക്കോർഡിംഗ് ടു ദാറ്റ് പേഴ്സൺ ഹിസ് എക്സ്പെക്റ്റഡ് അൺസർട്ടൈൻ റിസ്ക് ഓർ ഗെയിൻ ഇൻ ദി ഫ്യൂച്ചർ, ദാറ്റ് എക്സ്പെക്റ്റേഷൻ somewhat equal to his present ഇൻകം സിറ്റുവേഷൻ ആഫ്റ്റർ ഇൻഷുറൻസ്. അതായത് ഇപ്പോൾ ഇൻഷൂർ ചെയ്തിട്ട് അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു മാനസികാവസ്ഥ, ഒരു സന്തോഷം, ഇനി ഒരു ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഇതുപോലെ ഒരു റോബറി സംഭവിച്ചാൽ ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥയായിട്ട് സിമിലർ ആവുന്നത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇപ്പോൾ തന്നെ ഒരു ഇൻഷുറൻസിന് പോയേക്കാൻ തുടങ്ങി. ഹി ഓവർലുക്ക് ദാറ്റ് അൺഎക്സ്പെക്റ്റഡ് ക്രൈസിസ് ഇൻ ഫ്യൂച്ചർ. സോ as far as this person is concerned, his utility out of that income after insurance, ഈ W മൈനസ് ആർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇൻഷൂർ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻകത്തിൽ വരുന്ന ആ ഒരു മാറ്റത്തിൻ്റെ ആ ഒരു സിറ്റുവേഷൻ അദ്ദേഹത്തിന് വരാൻ പോകുന്ന, അതായത് വി ക്യാൻ കോൾ ഇറ്റ് ആസ് പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു അൺസർട്ടനിറ്റിയാണ്. അതിന് അതിൻ്റേതായ ഒരു പ്രോബബിലിറ്റി ഉണ്ടാവാം. അപ്പോൾ ഒന്നുകിൽ അദ്ദേഹത്തിന് നഷ്ടം ഉണ്ടാവില്ലായിരിക്കാം, അതായത് അദ്ദേഹത്തിൻ്റെ ഇൻകം 90,000 ആയിട്ട് തന്നെ നിൽക്കാം. അല്ലെങ്കിൽ ഈ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഇൻകം 10,000 ആയിട്ട് കുറഞ്ഞിരിക്കാം. പക്ഷേ ഈ രണ്ട് കേസും, അതായത് വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഈ ആക്സിഡൻറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു തരത്തിൽ അൺഎക്സ്പെക്റ്റഡ് റോബറിയോ അല്ലെങ്കിൽ തെഫ്റ്റോ അല്ലെങ്കിൽ ഒരു ബേണായി പോവുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു നഷ്ടസാധ്യത വരികയോ ചെയ്യുന്നതിൻ്റെ പ്രോബബിലിറ്റിനെ നമുക്ക് പി എന്ന് പറയാം. അപ്പോൾ പി ആൻഡ് യൂട്ടിലിറ്റി ഓഫ് W0 മൈനസ് എ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇൻകം ആ ഒരു ആക്സിഡൻറ്റ് കൊണ്ട് കുറയുന്നതും പിന്നെ അതുപോലെ അങ്ങനെ സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്ന സിറ്റുവേഷൻ. അപ്പോൾ സംഭവിച്ചാലും ഇല്ലെങ്കിലും അദ്ദേഹത്തിന് വരാൻ പോകുന്ന ആ ഒരു ഇൻകം സിറ്റുവേഷൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇന്നേ അദ്ദേഹം ഇൻഷൂർ ചെയ്യുന്നു എന്നർത്ഥം. സോ ഹി ഇക്വേറ്റ്സ് ഹിസ് യൂട്ടിലിറ്റി ആഫ്റ്റർ ടേക്കിംഗ് ദാറ്റ് ഇൻഷുറൻസ് ഈക്വൽ ടു ദ യൂട്ടിലിറ്റി ദാറ്റ് he or she may expect in future. Either maybe his retained income as such ആയിരിക്കാം, or that is known as W0, or his income may be reduced to W0 minus A.
ഇങ്ങനെ ഒരു ബാലൻസിങ് എന്നാണ് അദ്ദേഹം ഇൻഷുറൻസിലേക്ക് പോകുന്നത് എന്നർത്ഥം. അപ്പം അങ്ങനെയാണെങ്കിൽ പലപ്പോഴും, അതായത് മെനി എ സിറ്റുവേഷൻ ഹിസ് എക്സ്പെക്റ്റഡ് ലോസ് ആൻഡ് എമൗണ്ട് ഓഫ് ഇൻഷുറൻസ്, അതായത് അദ്ദേഹത്തിന് വരാൻ പോകുന്ന നഷ്ടത്തിനേക്കാളും കൂടുതലായിട്ട് ചിലപ്പോൾ അദ്ദേഹം ഇൻഷൂർ ചെയ്തെന്നിരിക്കാം. അതായത് ദേ ആർ വെരി റിസ്ക് അവേഴ്സ് ഇൻ നേച്ചർ. അതുകൊണ്ട് അദ്ദേഹം ഒരു തരത്തിലും ഫ്യൂച്ചറിലൊരു ക്രൈസിസും അദ്ദേഹം സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ട് ചിലപ്പം വരാൻ പോകുന്ന ലോസിനേക്കാളും കൂടുതൽ, ചിലപ്പോൾ ലോസ് നടന്നിട്ട് തന്നെ ഉണ്ടാവില്ല, എന്നിരുന്നാലും തന്നെയും ആ ലോസ് നടന്നിരുന്നില്ലെങ്കിലും ലോസിൻ്റെ ആ ഒരു മാഗ്നിറ്റ്യൂഡിനേക്കാളും കൂടുതൽ ചിലപ്പോൾ ഇൻഷൂർ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമെന്നർത്ഥം. നമുക്കതിന് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം എത്രമാത്രം അദ്ദേഹം ഇൻഷൂർ ചെയ്യുന്നുണ്ട്. സപ്പോസ് നമ്മളിവിടെ യൂട്ടിലിറ്റി ഓഫ് ദിസ് വെൽത്ത് പൊസിഷൻ എന്ന് പറയുന്നത്, സപ്പോസ് യൂട്ടിലിറ്റി ഈസ് ഈക്വൽ ടു വെൽത്തിൻ്റെ ഒരു സ്ക്വയർ റൂട്ടാണെന്ന് നമ്മൾ വിചാരിച്ചു. അതായത് സപ്പോസ് യൂട്ടിലിറ്റി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് W ആണെന്ന് വിചാരിച്ചു. ദെൻ how we can compare the expected loss and how much amount actually he insured. Then we can make that comparison with an example. Here we assume that utility is the square root of W. So here utility is equal to nothing but the square root of W0 minus R. നമുക്ക് അറിയില്ല എത്രയാണ് അദ്ദേഹം ഇൻഷൂർ ചെയ്തതെന്ന്. നമുക്കിവിടെ അദ്ദേഹത്തിൻ്റെ എമൗണ്ട് മാത്രമേ അറിയുള്ളൂ. 90,000 he invested. Then his insurance is equal to നമുക്കറിയില്ല, ആ എമൗണ്ട് നമുക്കറിയില്ല. Then next his probability, suppose we assume that it is equal to 5% ആണെന്ന് വിചാരിച്ചു. 5% സാധ്യതയാണ്, 0.05 ആണ്. അപ്പോൾ probability of that accident is equal to, accident happens and his income reduced to 10,000 എന്ന് പറയുന്നത്, that is 0.05, that is the probability. Then his actual income is 90,000. Then that due to that accident is he lost around 80,000 plus the remaining probability 1 minus 0.05 is equal to 0.95 into there is no chance for such accident. Then he retained his income as such. So I forgot it to add the utility. Utility is the square root. The square root ആണ് നമുക്ക് കണ്ടത്, square root. So square root of 90,000 minus R is equal to 0.05. 90,000 80,000 പോയിട്ട് കഴിഞ്ഞാൽ 10,000 പ്ലസ് 0.95 square root of 90,000 is equal to 0.05 into 100 plus 0.95 into 300. So we can solve it as equal to 0.095 into 100 is equal to 5 plus 0.95 into 300 is equal to 290. So 285 plus 5 is equal to 290. So 90,000 minus R is equal to 290. So 90,000 minus R is equal to square of 290. It is equal to 84,100. So R is equal to 90,000 minus 84,100. This is equal to 500.
So the amount that he insured for that premium is equal to 5,900. Next we can find out the expected loss. Expected loss out of this loss is equal to PA. PA is the probability and A is the actual loss. Then here P is equal to 0.5 and actual loss is equal to 80,000. Then it's equal to 4,000. So we can compare that expected loss is 4,000 and the amount he insured is actually 5,900. So here the risk averse consumer is willing to pay an extra of 1,900 rupees in order to avoid the risk out of fire or risk out of accident. So ഇയാൾ ഇവിടെ ഭയങ്കര റിസ്ക് അവേർഡർ ആയതുകൊണ്ട് അദ്ദേഹം 1,900 രൂപ അധികം സ്പെൻഡ് ചെയ്തുകൊണ്ട് ഇൻഷുർ ചെയ്തുകൊണ്ട് ആണ് ഈ ഒരു അതായത് ലോസിനേക്കാളും കൂടുതൽ എമൗണ്ട് അദ്ദേഹം ഇൻഷുർ ചെയ്യുന്നത്. ദിസ് ഓൾ അബൌട്ട് ദ മാത്തമാറ്റിക്കൽ ആസ്പെക്റ്റ് ഓഫ് ദി പ്രോബ്ലം ഓഫ് ചോയ്സ് ഇൻവോൾവിങ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. താങ്ക് യു.